ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ടൽ ശരവണ ഭവൻ ഇല്ലേ, അവിടെ ഉണ്ടാകുന്ന തക്കാളി ചട്നിയാണ്. നമുക്ക് എല്ലാ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാൽ നമുക്ക് ഇതേപോലത്തെ തക്കാളി ചട്നി തേങ്ങാ ചട്നി ഇവിടെ ഉണ്ടാക്കുന്നത് ശരവണ ഭവനിലെ ഒരു തക്കാളി ചട്നിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ നിങ്ങൾക്ക് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട് വീഴാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഒന്ന് മെൽറ്റായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഇട്ട് കൊടുത്തത്. ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകേണ്ട, ഒരു മീഡിയത്തിലിട്ട് നമുക്കൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നവർ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ബ്രൗൺ കളറായി വരുന്നുണ്ട്. അതിന് ശേഷം ഒരു 4 വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് വലിയ വെളുത്തുള്ളി തന്നെയാണ്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു അരണക്ക് നമുക്ക് ചെറുതാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷം ഒരു 6 ഉണക്കമുളകാണ് ഞെട്ടി കൊടുത്തിരിക്കുന്നത്. ഒരു 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിയുള്ളതാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. കാശ്മീരി ചില്ലിയുടെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അത് നല്ലതാണ്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു 10-15 ചുവന്നുള്ളി ഞാൻ ഇട്ട് കൊടുത്തത്. എനിക്ക് ചുവന്നുള്ളി നിർബന്ധമില്ല, സവാള ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അത് വലുതാണെങ്കിൽ ഹാഫ് ഇട്ട് കൊടുത്താൽ മതി. ഓവറായിട്ട് ഒന്ന് മുഴുവനൊക്കെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് മതിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഹാഫ് ഇട്ട് കൊടുത്താൽ മതി പറയണത്. അതൊന്ന് നല്ല വാട്ടിയെടുത്തതിന് ശേഷം തക്കാളി 2 വലിയ തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. തക്കാളി എടുക്കുമ്പോൾ പുളി ഉള്ളവർ നോക്കി എടുക്കരുത്, നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ചുവന്നുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് ഇട്ട് അതിലേക്ക്. ഇനിയിപ്പോൾ ചുവന്നുള്ളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സവാളയുടെ ഒരു പകുതി എടുത്താലും മതി. സവാള കൂടി പോകരുത്, മധുരിക്കുള്ളൂ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അരക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ തക്കാളി എടുക്കുമ്പോഴും നല്ല റെഡ് കളറിൽ എടുത്താലും നല്ല ചട്ടിക്ക് നല്ല കളറും ഉണ്ടാവും. പഴുത്തെടുത്താലും പുളി അത്ര ഉണ്ടാവില്ല. ഞാനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് അത് വേവിച്ചെടുക്കണം. അതായത് ഉടഞ്ഞ് കിട്ടണം, നല്ല ഉടഞ്ഞ് കിട്ടണം തക്കാളി. ഒരു 2-3 മിനിറ്റ് വെച്ച് അതിന് തക്കാളി പഴുത്തതാകുമ്പോൾ പെട്ടെന്ന് അത് ആടിക്കിട്ടുമല്ലോ. അതിന് ശേഷം തുറന്നതിന് ശേഷം എല്ലാം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്തിടാം. അതിന് ചൂടാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമുക്കൊരു ജാർ എടുത്തിട്ട് അതൊന്ന് നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഞാനിത് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും ഇത് അരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. സാധാരണ നമ്മൾ ചട്നിക്ക് തുള്ളി വെള്ളം ആഡ് ചെയ്ത്, തക്കാളി തന്നെ വെള്ളം പോലെയല്ല ഇരിക്കുന്നത്. പഴുത്തതായതുകൊണ്ട് അതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അരയാൻ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ഒരു ക്യാരറ്റാണ്. ചെറിയൊരു പീസ് ക്യാരറ്റ്, കൂടാൻ പാടില്ല. ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഗ്രേറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താലും മതി. ചെറിയ 2 തണ്ട് മല്ലിച്ചപ്പ്, അത് കൂടി പോകരുത്, അതിൻ്റെ ടേസ്റ്റ് മാറും, കളറും ചേഞ്ച് ആവും ചട്നിയുടെ. അപ്പോൾ അതുകൊണ്ട് ചെറിയ 2 തണ്ട് മല്ലിച്ചപ്പ് മാത്രം മതി. അതിട്ടതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം നല്ല പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവരിക. ഇനി നമുക്കൊരു താളിപ്പ് വേണം. താളിപ്പിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടാക്കിയതിന് ശേഷം നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതിന് ശേഷം കടുക് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ടതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നല്ല ജീരകമാണ്. നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് വേണം, ഒരു 3 ഇട്ട് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിടുമ്പോൾ ഫ്ലെയിം എല്ലാം കുറച്ച് വയ്ക്കുക, ഞാൻ കരിഞ്ഞ് പോയിട്ട് ടേസ്റ്റ് മാറണ്ട. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അരച്ച് വെച്ച ചട്നി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളമില്ലാതെ അരച്ച ചട്നിയാണ്, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിൽ നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ചട്നി ആണെങ്കിലും കറി ആണെങ്കിലും നമ്മൾ കുറച്ച് അരച്ചിട്ടുണ്ടെങ്കിൽ ആ അരപ്പൊന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ചൊഴിച്ച് വയ്ക്കില്ല. അതൊന്നും ഇതിൽ ചെയ്യാൻ പാടില്ല. വെള്ളയെ ഈ ചട്നിക്ക് ആഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. തീരെ വെള്ളം ആഡ് ചെയ്യരുത്. ആ തക്കാളിയുടെ ആ വെന്ത് തന്നെ നമുക്കൊരു തക്കാളി വെള്ളം പോലെ കിട്ടുമല്ലോ, അതിൽ തന്നെ എല്ലാം അരിഞ്ഞ് കിട്ടും. വെള്ളം ഈ ചട്നിയിൽ ജാറിലാണെങ്കിലും വെള്ളം ആഡ് ചെയ്തിട്ട് ഒഴിക്കുന്നത് കറക്റ്റ്. നമുക്ക് അത് സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിലും കറക്റ്റ് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കണം. അധികം വേണ്ട, ഒരു 2-3 മിനിറ്റ് അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആ അരപ്പൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിലോ മീഡിയത്തിലിട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഓവറായിട്ട് ഫ്ലെയിം ഓണാക്കി വെക്കരുത്. അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്തിടാം. അപ്പോൾ അത് നമ്മളെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തക്കാളി ചട്നി ഉണ്ടാക്കലുണ്ടാവും, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഈ 2 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്ന ടേസ്റ്റ് എന്താണെന്ന്. അത്ര ടേസ്റ്റാണ്. ഇഡ്ഡലിയും ദോശയൊക്കെ ആണെങ്കിൽ ആ സോഫ്റ്റ് ഇഡ്ഡലി ദോശയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ സൈഡായിട്ടും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈസി അല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.